ഹലോ. സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഈ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് സീരീസ് ഓഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി കണ്ടു അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്നും ആരൊക്കെയാണ് ഈ മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് എന്നും എത്ര വലിയ മാർക്കറ്റാണ് ഇതെന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞെങ്കിൽ, രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ പഠിച്ചു അല്ലേ. റിയൽ ടൈമായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇൻസിഡൻസും അതെങ്ങനെ മാർക്കറ്റിനെ അഫക്ട് ചെയ്തെന്നും എങ്ങനെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകൾ നോക്കി കാണാം, അത് വെച്ച് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ നോക്കിയെങ്കിൽ, മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോയി എങ്ങനെ ഒരു ചാർട്ട് കണ്ടാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനിഷ്യലി മനസ്സിലാക്കേണ്ടതെന്നും മാർക്കറ്റ് ടൈമിംഗ്, അതായത് പല രാജ്യങ്ങളിലെ മാർക്കറ്റ് ഓപ്പണിംഗ്സും ക്ലോസിംഗും എത്ര മണിക്കാണ്, അവിടെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു മാർക്കറ്റ് ടൈമിംഗിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും വെച്ച് തീരുമാനങ്ങൾ എടുത്തു പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊരു വേഗ ഐഡിയ നമ്മൾ പറഞ്ഞു പോവുകയും ചെയ്തു അല്ലെ. സോ എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എങ്ങനെ ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാം, എങ്ങനെ ഒരു ബ്രോക്കറുമായിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അതിനുശേഷം ആ അക്കൗണ്ടും നമ്മുടെ മെറ്റാട്രേഡർ 5 എന്ന് പറയുന്ന നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇത് നിങ്ങൾ നമ്മളുടെ ഫസ്റ്റ് ഞാൻ എങ്ങനെ ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമായിരിക്കും പറയുന്നത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നിങ്ങളും എന്നെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ വേറൊരു ഡിവൈസ് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിന് മുന്നേ ഉള്ള 3 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബിഗിനർ ആണ് എങ്കിൽ നിങ്ങൾ എന്റെ കൂടെ തന്നെ ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് പോവുകയും ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി നാളെ അടുത്ത സെഷൻ മുതൽ, ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നാളെ മുതൽ നമ്മൾ ഡെമോ അക്കൗണ്ടിൽ, കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡെമോ അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. സോ ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ മുതൽ എന്റെ യൂട്യൂബ് ചാനലിലുള്ള മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ അതിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള എന്തൊക്കെ എന്താ പറയാ, എങ്ങനെ ബൈ എടുക്കണം, എങ്ങനെ സെൽ എടുക്കണം, എന്താണ് ബൈ ലിമിറ്റ്, എന്താണ് സെൽ ലിമിറ്റ്, എന്താണ് ബൈ സ്റ്റോപ്പ്, എന്താണ് സെൽ സ്റ്റോപ്പ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് എന്റെ കൂടെ നിങ്ങൾ ട്രേഡ് ചെയ്ത് പോകണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്നിട്ട് എന്റെ കൂടെ തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഒരുമിച്ച് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നാളെ മുതൽ ഒരുമിച്ച് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ എനിവേസ് മൈ നെയിം ഈസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. സോ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഒരു നല്ലൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാം എന്നൊക്കെയുള്ള ഡൗട്ടുകൾ. ഓക്കെ, സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ബ്രോക്കറിനെ കുറിച്ച് നമ്മൾ നോക്കാൻ നേരത്തും നമ്മൾ ആ ഒരു ബ്രോക്കറിന്റെ റെഗുലേഷൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത്. സോ ഇതിന് മുന്നേ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഒരു ബ്രോക്കർ, ഹൗ ബ്രോക്കേഴ്സ് മേക്സ് മണി, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബുക്ക് ബ്രോക്കർ ആൻഡ് ബി ബുക്ക് ബ്രോക്കർ എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോയും കൂടെ, അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതുമാണ്. ഓക്കെ, സോ ഞാൻ എന്തുകൊണ്ട് സ്റ്റാർ ട്രേഡർ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അത് പേഴ്സണൽ ആണ്. കാരണം ഞാൻ ഒരുപാട് ബ്രോക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നിയത്, ഏറ്റവും നല്ല സർവീസ് എനിക്ക് കിട്ടിയത് സ്റ്റാർ ട്രേഡറിൽ നിന്നാണ്. അതുകൊണ്ടിട്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. ഒരുപാട് ബ്രോക്കേഴ്സ് ഇപ്പോഴും ഞാൻ 2-3 ബ്രോക്കേഴ്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടുതൽ ഫണ്ടും ഞാൻ സ്റ്റാർ ട്രേഡറിൽ ഇട്ടാണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എനിക്ക് അവരുടെ മെയിൻ ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് തന്നെയാണ്. സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് സോർട്ട് ഔട്ട് ചെയ്ത് തരും എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. അത് മാത്രമല്ല, വേറെ കുറെ അവരുടെ റെഗുലേഷൻസ്, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഏതൊരു ബ്രോക്കർ നമ്മൾ എടുത്താലും അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ആ ബ്രോക്കറിന്റെ റെഗുലേഷൻ ആണ്. ഓക്കെ, സോ ഇന്ത്യയിൽ നിന്ന് നമ്മൾ നോക്കാൻ നേരത്ത് ഇന്ത്യയിൽ ഇതിന് പ്രത്യേകിച്ച് റെഗുലേഷൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആൾക്കാർ ഈ നമ്മളൊരു ബ്രോക്കർ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അവർക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളിലെ റെഗുലേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റെഗുലേഷനാണ് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷനും UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷനും, ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി UK. സോ ഈ 2 റെഗുലേഷൻസും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രോക്കർ ആണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. അതിന്റെ കൂടെ സ്റ്റാർ ട്രേഡറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് ASIC, ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷന്റെയും സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസും മൗറീഷ്യസ് ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസും ഒക്കെ ഉള്ളൊരു ബ്രോക്കറാണ് നമ്മളുടെ സ്റ്റാർ
ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ സ്കാഡ റെഗുലേഷനും അതേപോലെ തന്നെ FCAയുടെ റെഗുലേഷനും. ഓക്കെ, സോ നമ്മുടെ സ്റ്റാർ ട്രേഡറിൽ പറയുകയാണെങ്കിൽ അതിനായിട്ടുള്ള അഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, $100,000 വരെ നമ്മളുടെ ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UK ഉള്ള നമ്പർ 1 ബാങ്ക് ആണ് ലോയിഡ്സ് ബാങ്ക്. ലോയിഡ്സ് ബാങ്ക് $100,000 വരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ലേൺ മോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, സോ അതിന്റെ കൂടെ നമ്മുടെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ബാർക്ലേസ് ബാങ്ക് ഉണ്ട്, അതേപോലെ UBC ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് അമേരിക്ക, മോർഗൻ സ്റ്റാൻലി പോലത്തുള്ള വലിയ വലിയ ബാങ്കുകളാണ് നമ്മളുടെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ആണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബേസിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും. അതിന്റെ കൂടെ നമുക്ക് ഈവെന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈവെന്റ്സ് ബേസിക്കലി ദുബായ് ബേസ് ചെയ്തിട്ട് ഒരുപാട് എക്സ്പോസ് നടക്കുന്ന കമ്പനിയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സംഭവത്തിനകത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കമ്പനിയുടെ എക്സ്പോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നോ മോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, സോ അതിന്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് ടീമിനെ, നമ്മളെ UAE ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നതും ഈ പറയുന്ന സ്റ്റാർ ട്രേഡർ തന്നെയാണ്. ഓക്കെ, അതിലോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് എന്താണെന്ന് അറിയില്ല. സോ നമ്മൾ ഈവൻസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മളുടെ UAE ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്തത് സ്റ്റാർ ട്രേഡർ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അല്ലെ. സോ അതിന്റെ കൂടെ തന്നെ PFL സ്പോൺസർ ചെയ്തിട്ടുണ്ട് സ്റ്റാർ ട്രേഡർ. സോ കമ്പനിയുടെ പ്രൊഫൈൽ അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉള്ള ഒരു കമ്പനിയാണെന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അക്കൗണ്ട് ഓപ്പണിംഗിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് ഒരു വേഗ ഐഡിയ ഞാൻ പറഞ്ഞു പോയിട്ട് പോവുകയും ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം ID വെരിഫിക്കേഷൻ ചെയ്യണം, അതിനുശേഷം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ട്രേഡിംഗ് അക്കൗണ്ട്സ് സ്റ്റാർ ട്രേഡർ എന്തൊക്കെ ട്രേഡിംഗ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് STP സാധാ STP അക്കൗണ്ട് നമുക്ക് ആദ്യമേ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശീലിക്കാനായിട്ട് ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ECN അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സിൽ സ്പ്രെഡ് ഉണ്ടാവും, ECN അക്കൗണ്ട്സിൽ കമ്മീഷൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്തു പോകാം എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അത് സ്വാപ്പ് ഫ്രീ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുത്തു പോവുകയും ചെയ്യാം. ഓക്കെ, സോ വിഡ്രോവൽസ് ആൻഡ് ഫണ്ടിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോ നമുക്ക് ഇവിടെ എല്ലാ ബാങ്ക് കാർഡ്സ് യൂസ് ചെയ്തിട്ട് ബാങ്ക് വയർ ട്രാൻസ്ഫർ, അതേപോലെ വിസ കാർഡ്, മാസ്റ്റർ കാർഡ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ക്രിപ്റ്റോ ത്രൂ USDT ത്രൂ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് വിഡ്രോവൽസും ഡെപ്പോസിറ്റും ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈവൻ വിഡ്രോവൽസ് ക്രിപ്റ്റോ ത്രൂ വിഡ്രോ ചെയ്യുന്നത് കൊണ്ടും വിഡ്രോ ചെയ്യാനും നമുക്കിവിടെ സാധിക്കുകയും ചെയ്യും. USDT ത്രൂ നമുക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കും. സോ ബേസിക്കലി നമുക്ക് നോർമലി കണ്ടുവരുന്നത് ഇന്ത്യയിൽ നിന്നൊക്കെ നമ്മൾ വിഡ്രോ ചെയ്യാൻ നേരത്ത് മാക്സിമം നമ്മൾ വിഡ്രോ ചെയ്യുന്ന ദിവസം തന്നെ നമുക്ക് വിഡ്രോവൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാറുണ്ട്. ബട്ട് ഫ്രൈഡേസിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് മൺഡേസിലൊക്കെ ആവാറുണ്ട്. അത് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, സോ അല്ലാത്ത പക്ഷം മിക്കവാറും ഒരു 4-5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരികയും ചെയ്യും. ബാങ്ക് ട്രാൻസ്ഫർ ഫീസൊക്കെ വളരെ ചെറുതാണ്, വളരെ ചെറിയൊരു ഫീസാണ് ഇവർ പിടിക്കുന്നത്. വലിയ ഒരു ഫീസൊന്നുമില്ല. ഒരു 2 ലക്ഷം രൂപയൊക്കെ നമ്മൾ വിഡ്രോ ചെയ്താൽ ചിലപ്പോൾ ഒരു 300 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപയൊക്കെ ആയിരിക്കും ബാങ്ക് വിഡ്രോവൽ ഫീസായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ഫീസ് പിടിക്കുകയുള്ളൂ. ഓക്കെ, സോ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞു പോയത്. സോ അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോംസ് നോക്കുകയാണെങ്കിൽ നമ്മൾ MT4 സപ്പോർട്ട് ചെയ്യും, MT5 സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ ട്രേഡേഴ്സിന്റെ ട്രേഡ്സ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ. അത് ബേസിക്കലി ഒരുപാട്
ഒരുപാട് ആൾക്കാർ ഇവിടെ കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പാസ്റ്റ് പെർഫോമൻസും അവർ കൺസിസ്റ്റന്റ് ആയിട്ടൊരു ട്രേഡറാണോ, ചിലപ്പോൾ ഒരു ട്രേഡറിനെ നമ്മൾ നോക്കാൻ നേരത്ത് അവർ ഒരു മാസം കൊണ്ട് $1000 വെച്ച് $5000 ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ കാണും. അങ്ങനൊന്നും ഒരിക്കലും പോകരുത്. കഴിഞ്ഞ പാസ്റ്റ് 12 മാസത്തെ അവരുടെ എന്താ പറയുക, അവരുടെ റിപ്പോർട്ട് നോക്കിയതിന് ശേഷം മാത്രം ഈ സ്റ്റാർ കോപ്പി ട്രേഡർ എന്ന് പറയുന്ന ഓപ്ഷൻസിലോട്ട് നിങ്ങൾ പോവുക. മാക്സിമം നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷെ ഞാനിത് ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രം. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാം, കമോഡിറ്റീസിൽ ട്രേഡ് ചെയ്യാം, ഇൻഡിസീസിൽ ട്രേഡ് ചെയ്യാം, ഷെയർസിൽ ട്രേഡ് ചെയ്യാം, അതേപോലെ ETFസിലും ട്രേഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മളുടെ എനിക്ക് ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള ഒരു കാര്യം, നമുക്കെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടുന്നത് ഇവരുടെ ഡെപ്പോസിറ്റ് ബോണസ് തന്നെയാണ്. ഓക്കെ, സോ ഡെപ്പോസിറ്റ് ബോണസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലയൻസിനാണെങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് ആദ്യത്തെ $1000 100% ബോണസ്, അതായത് 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $2000 ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന്റെ മുകളിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്താലും അതിന്റെ 20% ആയിരിക്കും ബോണസ് കിട്ടുക. അതായത് ഒരു $2000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യത്തെ $1000 100%, അതായത് 2000ഉം ബാക്കിയുള്ള $1000 20%, അതായത് 200ഉം, അതായത് $2000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $3200 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $2000 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ അതിന്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഈ ഫസ്റ്റ് ഡെപ്പോസിറ്റ് കഴിഞ്ഞു, പിന്നീട് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഈ കമ്പനി നമുക്ക് 20% ഡെപ്പോസിറ്റ് ബോണസ് തരും എന്നുള്ളത് ഇവരുടെ ഒരു വലിയ ഒരു അഡീഷണൽ ബോണസ് ആണ്. ഓക്കെ, സോ ഇന്ത്യൻ ക്ലയൻസ് അല്ലെങ്കിൽ UAE ക്ലയൻസ് ആണെങ്കിൽ ഇത്രയും ബോണസ് കിട്ടത്തില്ല. ആദ്യത്തെ $500 50% ബോണസ് ആയിരിക്കും ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ കിട്ടുക. അതിന്റെ കൂടെ തന്നെ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിന്റെ 20% ആയിരിക്കും ഡെപ്പോസിറ്റ് ബോണസ് കിട്ടുക. സോ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് വന്നിട്ട് $1000 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ $500 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $250 അവിടെയും കിട്ടും. ബാക്കിയുള്ള $500 20%, അതായത് $100 അവിടെയും കിട്ടും. അതായത് $350 ആയിരിക്കും ആ ഒരു കേസിൽ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നത്. 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സബ്സിക്വന്റ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞില്ല. സബ്സിക്വന്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ 20% ബോണസ് കിട്ടും എന്നുള്ളതൊരു ഭയങ്കരമായ ഒരു അഡ്വാൻറ്റേജും കൂടെയാണ്. ഓക്കെ, പക്ഷെ ഈ ഒരു ഡെപ്പോസിറ്റ് ഇപ്പോൾ ഇവരുടെ സൈറ്റിൽ കാണിക്കുന്നത് ഡിസംബർ 31 വരെ ഉള്ളൂ എന്നുള്ളതാണ്. ഡിസംബർ 25, 2025 വരെ ഉള്ളൂ ഈ ഒരു ഡെപ്പോസിറ്റ് ബോണസ് ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. എക്സ്റ്റെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റാർ ട്രേഡിന്റെ ബേസിക് ആയിട്ടുള്ള കമ്പനി പ്രൊഫൈലും സ്റ്റാർ ട്രേഡർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ട്സും അതേപോലെ തന്നെ ഇവരുടെ റെഗുലേഷൻസും അതേപോലെ പ്രൊമോഷൻസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്കിനി എങ്ങനെ നമുക്ക് സ്റ്റാർ ട്രേഡറിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലോട്ട് നേരെ പോകാം. നമുക്ക് നമ്മുടെ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നും ആ അക്കൗണ്ട് എങ്ങനെ MT5 മെറ്റാട്രേഡർ 5 എന്ന് പറയുന്ന നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും ഉള്ള കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ, സോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്തു പോയാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. സോ നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു ഡെമോ അക്കൗണ്ട് എങ്ങനെ MT5 ആയിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റാർ ട്രേഡറിന്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറാവുന്നതുമാണ്. ഓക്കെ, സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ UAE ക്ലയൻസിന്, ദുബായ് ക്ലയൻസിന് പ്രത്യേകം ഒരു ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. കാരണം സ്കാഡർ റെഗുലേഷൻസിന്റെ അണ്ടറിൽ വരുന്നത് കൊണ്ടിട്ട് തന്നെ ഒരു പ്രത്യേകം ലിങ്കാണ് UAE ക്ലയൻസിനുള്ളത്. സോ അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമ്മുടെ സാധാരണ ആൾക്കാർക്ക്, ബാക്കിയുള്ള എല്ലാ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഈ ഒരു ലിങ്ക് ആയിരിക്കും. അതിനകത്തൊരു റെഫറൽ കോഡും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആപ്പ് ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റെഫറൻസ് കോഡ് യൂസ് ചെയ്താൽ മതിയാകും. UAE ക്ലയൻസ് ആണെങ്കിൽ ഈ ലിങ്ക് ത്രൂ ചെയ്യുക. അവിടെയും നിങ്ങൾക്ക് ഒരു റെഫറൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ത്രൂ, ആപ്പ് ത്രൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കമ്പനിക്ക് ഇമെയിൽ അയച്ചാൽ മതി കേട്ടോ. അവരപ്പം തന്നെ അവർ
റെസ്പോണ്ട് ചെയ്യുകയും അതിനുള്ള പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങളുടെ ID വെരിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ഡിലേ വരികയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായാൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആ ലിങ്ക് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഓക്കെ, സോ ഫോണിൽ കൂടെ കയറാൻ നേരത്ത് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ, ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നൊക്കെ കാണിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാം, പക്ഷേ നിങ്ങൾ വെബിലൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമ്മുടെ ആപ്പ് ത്രൂ ചെയ്തിട്ട് എനിക്ക് 2-3 പേർക്ക് അതേപോലെ രജിസ്റ്റർ ആയിട്ടില്ലായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഈ വെബിലൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലൈവ് കൺട്രി ഏതാണ് എന്നൊക്കെയുള്ള ഒരു കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ UK-ലാണുള്ളത്, നിങ്ങൾ ഇന്ത്യയാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഇമെയിൽ അഡ്രസ്സ് BISHNUJITH. സോ നമ്മൾ ഇമെയിൽ ID കൊടുത്തു. ഇമെയിൽ ID കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇവിടെ പോയിട്ട് നമ്മൾ സെൻഡ് കോഡ് കൊടുക്കണം. സെൻഡ് കോഡ് കൊടുക്കുമ്പോഴേ നമ്മളുടെ ഇമെയിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് ഇതുവരെ വന്നിട്ടില്ല. യെസ്, നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് വന്നു. വെരിഫിക്കേഷൻ കോഡ് നമ്മൾ അടിക്കുകയാണ്. ഓക്കെ, 19299. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ്. ആ വെരിഫിക്കേഷൻ കോഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സെറ്റ് ചെയ്തു. ഓക്കെ, സോ പാസ്വേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു യു എസ് റെസിഡന്റ് അല്ലെന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ ഐ എഗ്രി, നമ്മൾ എഗ്രി കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇതോടെ നമ്മൾ സ്റ്റാർട്ട് റൈഡറിൽ രജിസ്റ്റർ ആയി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ രജിസ്റ്റർ ആയതിനു ശേഷം നമുക്ക് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ നേരത്ത് നിങ്ങളുടെ ID കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും, നിങ്ങളുടെ KYC റിജക്റ്റ് ആവും. ഓക്കെ, അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കുക വിത്ത് നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളതെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വെരിഫിക്കേഷൻ കോഡ് KYC കൊടുക്കുമ്പോൾ നിങ്ങൾ ഏത് ഡോക്യുമെന്റ്സാണ് കൊടുക്കുന്നത് വെച്ചിട്ട് ഉള്ള രാജ്യത്ത് ഉള്ള എന്താ പറയുക ഫോൺ നമ്പർ കൊടുക്കണം. ഓക്കെ, സോ അതിനുശേഷം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ, ഇതിനകത്ത് നെക്സ്റ്റ് പോകില്ല കാരണം ഞാൻ ഇതൊക്കെ അടിച്ചാൽ മാത്രമേ നെക്സ്റ്റിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. അതിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ എന്തൊക്കെയാണ് KYCയിൽ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോട്ടോ ഐഡന്റിറ്റി കാർഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടുന്നത്. നിങ്ങളിപ്പം ഇന്ത്യയിലാണെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ മതിയാവും. പിന്നീട് ഒരു പ്രൂഫ് ഓഫ് അഡ്രസ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. മിക്കവാറും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസിനകത്ത് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മളുടെ പ്രൂഫ് ഓഫ് അഡ്രസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ നമ്മുടെ ID കാർഡ്സിൽ, നമ്മുടെ ആധാർ കാർഡിലോ അല്ലെങ്കിൽ നമ്മളുടെ ലൈസൻസിലോ ഒക്കെ നമ്മളുടെ എന്താ പറയുക അഡ്രസ് ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ അങ്ങനെ നമുക്ക് പ്രൂഫ് ഓഫ് അഡ്രസ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം സപ്പോസ് എങ്ങാനും നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ വെരിഫിക്കേഷനകത്ത് വരുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യമേ, അക്കൗണ്ട് കോൺഫിഗറേഷൻ, അതിനുശേഷം ഐഡന്റിഫിക്കേഷൻ, ID വെരിഫിക്കേഷൻ, സോ ID ഫോട്ടോ, അതേപോലെ തന്നെ നമ്മളുടെ ID ഇൻഫർമേഷൻ, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, സോ എന്താ പറയുക ഇതൊക്കെ അല്ലാതെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഒരു സെക്യൂരിറ്റി ഓതന്റിക്കേഷൻ ആപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗൂഗിൾ ഓതന്റിക്കേഷനുമായിട്ട് നമ്മുടെ ഈ സ്റ്റാർട്ട് റൈഡർ കണക്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളത്. ഓക്കെ, സോ നമ്മൾ ഗൂഗിൾ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു സ്റ്റാർട്ട് റൈഡറും അതുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്കൊരു ഓതന്റിക്കേഷൻ, അത് കുറച്ചുകൂടെ സേഫ്റ്റിയാണ്, സെക്യൂരിറ്റി ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് വേറെ ആൾക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറാൻ പറ്റാത്തൊരു രീതിയിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ കഴിയുമ്പോൾ, ഓക്കെ, സോ ബേസിക്കലി ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള വെരിഫിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. UAE ബേസ് ചെയ്തിട്ടുള്ള വെരിഫിക്കേഷന് കുറച്ചൊരു ഡിലേ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം സ്കാഡർ റെഗുലേഷൻ ഉണ്ടായതുകൊണ്ടിട്ട്
തന്നെ വെരിഫിക്കേഷൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആണ് കേട്ടോ. സോ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മാറുമായിരിക്കും. ഓക്കെ, സോ അത് ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. എന്തെങ്കിലും വെരിഫിക്കേഷനകത്ത് നിങ്ങൾക്ക് ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഈ പറയുന്ന എന്താ പറയുക, നമ്മളുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓതന്റിഫിക്കേഷൻ ആപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സെക്യൂരിറ്റി ഓതന്റിക്കേറ്റർ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇനി എന്താണ് നമ്മളുടെ അക്കൗണ്ട്സിലോട്ട് വരാം. ഓക്കെ, സോ അക്കൗണ്ട്സിൽ നമുക്ക് ലൈവ് അക്കൗണ്ട് ഓപ്പൺ, നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലൈവ് അക്കൗണ്ട് ഓപ്പൺ ആക്കാം, അതേപോലെ ഡെമോ അക്കൗണ്ട് ഓപ്പൺ ആക്കാം. ഇത് രണ്ടും ഒരേ രീതിയിലാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. ഇപ്പം നമുക്ക് ലൈവ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല, കാരണം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ലൈവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ KYC കംപ്ലീറ്റഡ് ആയിട്ട് ലൈവ് അക്കൗണ്ട് വന്നതിന് ശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു ലൈവ് അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ ലൈവ് അക്കൗണ്ടും MT5 കണക്ട് ചെയ്യേണ്ടത് നമുക്ക്. ഓക്കെ, സോ അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നമ്മളൊരു ഡെമോ അക്കൗണ്ടിലൂടെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഡെമോ അക്കൗണ്ടിലൂടെ നമുക്ക് എങ്ങനെ നമുക്കത് MT5 കണക്ട് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെയാണ് ആക്ച്വലി നമ്മൾ ലൈവ് അക്കൗണ്ടും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഡെമോ അക്കൗണ്ടിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ചൂസ് എ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് MetaTrader 5 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ MetaTrader 5 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റാർട്ടറിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, അതിൽ വേണമെങ്കിലും ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. സോ ചൂസ് ആൻ അക്കൗണ്ട് ടൈപ്പ് ഞാൻ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് വന്നിട്ട് STP അക്കൗണ്ട് ആണ്, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണ്. സോ അത് അതായത് നിങ്ങൾ സ്കാൽപ്പേഴ്സ് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ അതിനുശേഷം ചൂസ് ആൻ അക്കൗണ്ട് കറൻസി ഞാൻ ചെയ്യുന്നത് US ഡോളറിലാണ്, അതുകൊണ്ട് നമ്മൾ USD കൊടുത്തു. ചൂസ് ലിവറേജ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 1:500 വരെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ 1:100 പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളൊരു കാര്യമാണ് ഞാൻ എടുത്ത് പറയാനായിട്ടുള്ളത്. കാരണം നമുക്ക് ഇതിന് മുകളിലായിട്ട് മാർജിൻ പെർസെൻറ്റേജ്, ഇക്വിറ്റി, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ട്രേഡിലോട്ട് ഇട്ട പൈസ 1:500 വളരെ കുറവാണെന്ന് നമുക്ക് തോന്നിയിട്ട് ഓവർ ട്രേഡ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടായതുകൊണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി 1:100 മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അക്കൗണ്ട് ബാലൻസ്, നിങ്ങൾ എത്രയാണ് അക്കൗണ്ട് ബാലൻസ് വെക്കുന്നത്? സോ ഫോർ എക്സാമ്പിൾ ഇപ്പം $100,000 ഒരു കാരണവശാലും ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട. നമ്മൾ ചെറിയൊരു ഫണ്ട് ഇട്ട്, അതായത് നമുക്ക് എത്രയാണോ പറ്റുന്നത്, ഇതിനകത്ത് ഏറ്റവും കുറവ് കാണിച്ചിട്ടുള്ളത് $3,000 അക്കൗണ്ടാണ്. അതുകൊണ്ടിട്ട് നമുക്ക് $3,000 തന്നെ അക്കൗണ്ടായിട്ട് എടുക്കാം. അതിൽ നമുക്ക് ട്രേഡ് ചെയ്ത് എന്താ പറയുക പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 5,000 എടുക്കാം, അതിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മൾ എന്താ പറയുക ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ആക്ച്വലി നമുക്കൊരു ഡെമോ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പോയി ട്രേഡ് എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജിമെയിലിൽ, നമ്മളുടെ ഇമെയിൽ, നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ ഒരു ഇമെയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഇമെയിലിൽ നമുക്ക് ഒരു MetaTraderന്റെ ഒരു ലോഗിൻ ID യും ഒരു പാസ്വേഡും ഒരു സെർവറും വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ലോഗിൻ ID യും പാസ്വേഡും സെർവറും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഡെമോ അക്കൗണ്ടുമായിട്ട്, നമ്മുടെ റിയൽ അക്കൗണ്ടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു പ്രോസസ്സ് ഞാൻ എൻ്റെ മൊബൈലിൽ നിന്നായിരിക്കും കാണിച്ചു തരുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് അതിനകത്തു നിന്നുള്ള നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ലോഗിൻ ID യും പാസ്വേഡും MetaTrader 5 കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ പരിപാടി. മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു സെർവർ MetaTrader 5 സെർവർ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, സോ സെർവർ ചിലപ്പം MetaTrader 5 മാറിക്കിടക്കുകയായിരിക്കും. എന്താ പറയുക സ്റ്റാർട്രേഡർ ലൈവ് 1 ആയിരിക്കും കിടക്കുന്നത്. അത് മാറ്റി നമ്മൾ ഡെമോ അക്കൗണ്ടാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാർട്രേഡർ ഡെമോ തന്നെ എടുക്കണം. അതേപോലെ തന്നെ സ്റ്റാർട്രേഡർ ലൈവ് 1, ലൈവ് 2, ലൈവ് 3 ഒക്കെ ഉണ്ടാവും. സോ അതിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് മെയിൽ വന്നത് ആ സെർവർ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. കാരണം പല ആൾക്കാർക്കും അത് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാത്തത് കൊണ്ടിട്ട് MetaTrader 5 അക്കൗണ്ട് എന്താ പറയുക കയറാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരുന്നത് കൊണ്ടിട്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് MetaTrader 5 നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റുക MetaTrader 5, അതായത് നമുക്ക് ഇമെയിൽ വന്നിട്ടുള്ള ലോഗിനും പാസ്വേഡും കോപ്പി ചെയ്ത് MetaTraderലോട്ടാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ആയിട്ടില്ല
അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, സോ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള അതുമായിട്ട് കണക്ട് ആവുന്നതെന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇത് നമ്മൾ അടുത്ത നമ്മൾ ഫോണിൽ നമ്മൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. അതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുള്ള എന്താ വെച്ചാൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ പ്രൊമോഷനെ കുറിച്ചാണ്. ഓക്കെ, സോ നിങ്ങളൊരു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന ഈ 100+20% ബോണസ്. ഓക്കെ, സോ അത് ഇന്ത്യയിലാണെങ്കിൽ എന്താ പറയുക 50+20% ആയിരിക്കും. ഇത് നിങ്ങൾ നോക്കിയിട്ട് ഐ ഹാവ് റെഡിൽ ക്ലിക്ക് ചെയ്ത് ഓപ്റ്റ് ഇൻ നൗ കൊടുക്കണം. സോ നിങ്ങൾ ഈ ഓപ്റ്റ് ഇൻ നൗ കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ബോണസ്, അവരുടെ പ്രൊമോഷൻ ഡെപ്പോസിറ്റ് ബോണസ് ആവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമ്മളുടെ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയാനായിട്ടില്ല. നമ്മൾ ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ്ഫുള്ളി നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നേരെ ഹോമിലോട്ട് പോകാം. സോ ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരം നമ്മുടെ അക്കൗണ്ട്സിൽ പോവുക. ഇതിനകത്ത് നമുക്ക് റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ഇത് കാണിച്ചിട്ടില്ല. ഇതിനകത്ത് നമുക്ക് അക്കൗണ്ട്സിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോവൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫണ്ട്സിലോട്ട് പോയതിന് ശേഷം ഇതിൽ കാണിക്കുന്നില്ല, കാരണം നമ്മൾ റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തില്ല, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്സിനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾ എൻ്റെ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് തരാനും കുഴപ്പമില്ല. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അത് സെറ്റ് ചെയ്ത് പോവുകയും ചെയ്യാമെന്ന് ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. സോ ഇനി നമുക്ക് നമ്മളുടെ എന്താണ് ഈ പറയുന്ന മെറ്റാട്രേഡർ 5 ലോഗിൻ പാസ്വേഡ് നമുക്ക് എങ്ങനെ MT5 ആയിട്ട് കണക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മളുടെ മെറ്റാട്രേഡർ 5 കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. നമ്മുടെ സെർവറും മെറ്റാട്രേഡർ 5 കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. സോ ഇതാണ് നമ്മളുടെ മെറ്റാട്രേഡർ ആപ്ലിക്കേഷൻ, മെറ്റാട്രേഡർ 5 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് ആദ്യമേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ നമ്മൾ നേരത്തെ നമുക്കൊരു ഇമെയിലിൽ നമുക്കൊരു മെറ്റാട്രേഡറിൻ്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും. ആ ലോഗിൻ ഐഡിയും പാസ്വേഡും നമ്മൾ എടുക്കുക. ഓക്കെ, സോ അതെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരെ മെറ്റാട്രേഡർ 5 എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലോട്ട് പോവുക. അവിടെ ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ഇതിനകത്ത് കാണിച്ച ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നതിലോട്ട് പോവുക. അതിനുശേഷം നമ്മുടെ ബ്രോക്കർ ഏതാണോ ആ ബ്രോക്കർ ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ചൂസ് ചെയ്യുക. സോ ഇവിടെ ഒരു സെർവർ എന്ന് കാണിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അവിടെ സ്റ്റാർ ട്രേഡർ ഫിനാൻഷ്യൽ ലൈവ് ആണ് കിടക്കുന്നത്. നമ്മൾ ഡെമോ അക്കൗണ്ട് എടുത്തത് കൊണ്ട് ഡെമോയിലോട്ട് മാറ്റുക. ഓക്കെ, സോ എന്നിട്ട് ഈ MT5 ലോഗിൻ എന്ന് പറയുന്നത് കണ്ടോ, അത് നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ MT5 പാസ്വേഡ് എന്ന് പറഞ്ഞ സംഭവം കോപ്പി ചെയ്തിട്ട് അതും നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ MT5 അക്കൗണ്ടിലോട്ട് കയറും. ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ നടക്കണം എന്നില്ല കേട്ടോ, ഒന്നുകൂടി ട്രൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യണം. സോ ഞാൻ നേരത്തെ ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയതാണ് കേട്ടോ. സോ അതുകൊണ്ടിട്ടാണ് ഇതിനകത്ത് ഓൾറെഡി ഒരു പൊസിഷൻ കിടക്കുന്നത്. സോ ഇത് നേരത്തെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നേരത്തെ ഇത് പോയത് കൊണ്ടിട്ട് ഞാനത് ഈ ഒരു അക്കൗണ്ടിനകത്ത് 2 പൊസിഷൻസ് കിടന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി ഇത് ഡെമോ അക്കൗണ്ടാണ്. സോ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ മെറ്റാട്രേഡർ എടുക്കുമ്പോൾ ഒരുപാട് പേയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും പേയേഴ്സ് നമുക്ക് വേണ്ട. ഐഫോണിലാണെങ്കിൽ ഈ പേയേഴ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. വേണ്ടാത്ത എല്ലാ പേയേഴ്സും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഓക്കെ, സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഒരു 3-4 പേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് മുകളിൽ എൻ്റർ സിമ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് വേണ്ടുന്നത് GBP USD ആണ് ആദ്യമേ. അപ്പോൾ GBP USD എന്ന് അടിക്കുമ്പോൾ അത് വരും, അത് ആഡ് ചെയ്യുക. USD എന്ന് അടിക്കാൻ നേരത്ത് അത് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം USD JPY അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലുള്ള ആ ഒരു വട്ടത്തിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അതും നമുക്ക് വരും. സോ അപ്പം നമ്മൾ നേരെ നമ്മളെ കോഡ്സ് എന്ന് പറയുന്ന താഴെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അറ്റത്ത് കോഡ്സിൽ വരുമ്പോൾ നമുക്ക് ഈ 4 സിമ്പിൾസും കാണിക്കുകയും ചെയ്യും.
ഓക്കെ. സോ XAUUSD ആണ് ഗോൾഡിന്റെ സിമ്പലാണ് XAUUSD. സോ നമുക്ക് ഗോൾഡിൽ ഇനി എങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്തിനകത്താണെങ്കിലും ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇനി പറഞ്ഞു പോകുന്നത്. ഓക്കെ. സോ ട്രേഡ് എടുക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മളിവിടെ കോഡ്സ് ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്. ചാർട്ടിൽ നോക്കിയാൽ നമ്മൾ ചാർട്ട്സ് കാണാം, ഹിസ്റ്ററിയിൽ നോക്കിയാൽ ഹിസ്റ്ററി കാണാം, ട്രേഡിൽ നോക്കിയാൽ ഏതൊക്കെ ട്രേഡാണ് എടുത്തിട്ടുള്ളതെന്നും കാണാം. ഓക്കെ. സോ കോഡ്സിൽ പോയിട്ട് നമ്മൾ ട്രേഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. സോ ഈ പേജിൽ നമ്മൾ ലോട്ട് സൈസ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ നടുക്കായിട്ടാണ്. ഓക്കെ. സോ അതിലോട്ട് വരാം നമുക്ക്. സോ നമ്മൾ നേരെ ചാർട്ടിലോട്ട് പോയി 4067 മാർക്കറ്റ്. ഇവിടെ നിന്നാണ് നമ്മളൊരു ബൈ എൻട്രി, മാർക്കറ്റിൽ നിന്നൊരു ബൈ എടുക്കാൻ പോകുന്നത്. ഓക്കെ. സോ മിക്കവാറും നമ്മൾ ഓപ്പൺ ആക്കുന്നു, നമുക്ക് ഒരു 0.1 ലോട്ടിൽ ഒരു ബൈ എൻട്രി നമുക്കിപ്പം നമ്മൾ എടുത്തു. ഓക്കെ. സോ ഇനി നമുക്കൊരു സെൽ എടുക്കാനായിട്ട് നമ്മൾ നേരെ 0.1 എടുത്ത് നേരെ ലെഫ്റ്റ് സൈഡ് കാണിക്കുന്ന സെല്ലിലോട്ട് നമ്മളൊരു സെൽ എൻട്രിയും കൊടുത്തു. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എങ്ങനെ നിന്നാൽ സ്റ്റോപ്പ് ലോസ് ഇടണം, ടേക്ക് പ്രോഫിറ്റ് ഇടണം, അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. സോ ഇനി നമുക്ക് ബൈ ഓർഡർ, ബൈ ലിമിറ്റും സെൽ ലിമിറ്റും എന്താണെന്നുള്ളൊരു കാര്യം നോക്കാം. ഓക്കെ. സോ അതായത് 4067 മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ 4050 മാർക്കറ്റ് പോയാൽ താഴെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് നമ്മൾ മാർക്കറ്റ് എക്സിക്യൂഷനിൽ പോവുക. അവിടെ നമുക്ക് ബൈ ലിമിറ്റ്, മാർക്കറ്റ് എക്സിക്യൂഷൻ കണ്ടോ, ഈ മാർക്കറ്റ് എക്സിക്യൂഷനിൽ പോവുക. അവിടെ നമ്മൾ ബൈ ലിമിറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി എടുക്കുക. സംഗതി എടുത്തതിന് ശേഷം അപ്പോൾ പ്രൈസ് ഉണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, ടേക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ബൈ നമുക്ക് എവിടെ നിന്നാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ 4067 നിൽക്കുക, നമുക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ താഴ്ന്ന് നിൽക്കുന്ന വിലയിൽ മേടിക്കുന്നതല്ലേ നല്ലത്. സോ അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്കത് കാണാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് എടുക്കാനായിട്ടാണ്. ഇപ്പോൾ 4050 വരെ മാർക്കറ്റ് എത്തിയാൽ നമ്മളവിടെ പ്രൈസ് കൊടുക്കും. 4050 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളൊരു ബൈ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് ഇറങ്ങാൻ നേരത്ത് നമുക്കത് മിസ്സായി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്, ചാൻസ് ഇല്ല. അവിടെ ഹിറ്റ് 4050 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി ബൈ ആയിക്കോളും. ഓക്കെ. സോ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ $10 താഴെ 4040 വരെ കൊടുത്തു. ടേക്ക് പ്രോഫിറ്റ് 4070 നമ്മൾ കൊടുത്തു. ഓക്കെ. അതായത് മാർക്കറ്റ് താഴോട്ട് പോയാൽ 4040 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ട്രേഡ് കട്ടായി പോകും. നേരെ 4050 എത്തിയിട്ട് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ 4070 എത്തിക്കഴിഞ്ഞാൽ അത് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് $20 ടേക്ക് പ്രോഫിറ്റോടെ നമ്മളത് ആ ഒരു ട്രേഡും ക്ലോസ് ആവുകയും ചെയ്യും. ഓക്കെ. സോ ഇനി നമുക്ക് സെൽ ലിമിറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ. നമ്മൾ നേരെ ട്രേഡിൽ പോകുന്നു. നമ്മൾ നേരത്തെ ഉള്ള മാർക്കറ്റ് എക്സിക്യൂഷനിൽ പോകുന്നു. ആ മാർക്കറ്റ് എക്സിക്യൂഷനിൽ സെൽ ലിമിറ്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ. സെൽ ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിൽക്കുന്നത് 4065. സോ നമുക്കറിയാം 4080 അവിടുന്ന് താഴോട്ടാണ് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 4080 നമ്മൾ സെൽ ഓർഡർ ഇടുന്നു. സ്റ്റോപ്പ് ലോസ് 4090 ഇടുന്നു. ടേക്ക് പ്രോഫിറ്റ് 4070 ഇടുന്നു. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് 4080 വരെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇത് ക്ലോസ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബൈ ലിമിറ്റും സെൽ ലിമിറ്റും ഇടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. സോ നമ്മൾ നേരത്തെ ഇട്ട ട്രേഡിനകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഇട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ മോഡിഫൈ പൊസിഷനിലോട്ട് പോവുക. നേരത്തെയുള്ള പൊസിഷൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ എത്ര ഇട്ടു? ബൈ ലിമിറ്റിൽ 4055 നമ്മൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് നമ്മൾ 4080 നമ്മൾ ടേക്ക് പ്രോഫിറ്റ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ നമ്മൾ നേരത്തെ ഉള്ള പൊസിഷൻ എടുത്തു, നമ്മൾ എന്ത് മോഡിഫൈ ചെയ്തു, മോഡിഫൈ പൊസിഷൻ കൊടുത്തു. 4060 നമ്മൾ സ്റ്റോപ്പ് ലോസും 4075 നമ്മൾ ടേക്ക് പ്രോഫിറ്റും വെച്ചു. ഓക്കെ. സോ അതായത് സെൽ പൊസിഷൻ നമ്മൾ ഇനി മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് എന്ത് ചെയ്തു? 4075 നമ്മൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് 4060 നമ്മൾ ടേക്ക് പ്രോഫിറ്റ് വെക്കുകയും ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മളൊരു പൊസിഷൻ മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് ഇത്രയും ഒക്കെ നമുക്ക് ബേസിക്കലി അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തുള്ള എന്താണ് ബൈ സ്റ്റോപ്പ് എന്നും എന്താണ് സെൽ സ്റ്റോപ്പ് എന്നും നോക്കാം. എന്താണ് ബൈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4069 മാർക്കറ്റ് നിൽക്കുന്നു. നമുക്കറിയാം 4080 മുകളിൽ അല്ലെങ്കിൽ 4090 വരെയൊക്കെ റീച്ച് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ അവിടുന്ന് മുകളിലോട്ടാണ് പോകുന്നത് നമുക്കറിയാം. എങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി 4090 ഹിറ്റ് ആയാൽ അവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഒരു ബൈ സംഭവിക്കണം. അതിന് യൂസ് ചെയ്യുന്ന ടൂളാണ് ബൈ സ്റ്റോപ്പ് എന്ന് പറയും. ഓക്കെ. അപ്പം നമ്മളിവിടെ ബൈ സ്റ്റോപ്പ് എടുത്തു. ബൈ സ്റ്റോപ്പിൽ നമുക്ക് 4000 എത്രയാണ് പ്രൈസ്? നമുക്ക് എത്രയാണ്? 4090 എത്തുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ബൈ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് 4069 അവിടുന്ന് 90 വരെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബൈ കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ. സോ ഇനി നമുക്ക് സെൽ സ്റ്റോപ്പ് എടുക്കാം. ഓക്കെ. സെൽ സ്റ്റോപ്പ് നമ്മൾ എടുത്തു. താഴോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ, അതായത് സപ്പോസ് 4050 വരെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ അവിടുന്ന് ഓട്ടോമാറ്റിക്കലി സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം നമ്മൾ കൊടുത്തു. അതാണ് സെൽ സ്റ്റോപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ ഇതാണ് നമ്മൾ ഓർഡേഴ്സ് ഇടാനും നമ്മൾ
ട്രേഡ് ഇടാനും അല്ലെങ്കിൽ ട്രേഡ് നമുക്ക് മോഡിഫൈ ചെയ്യാനും ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് പോയ കാര്യങ്ങൾ. ഓക്കെ, സോ ബേസിക്കലി ഇത്രയാണ് നമ്മൾ കുറേയൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നമ്മൾ എങ്ങനെ ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്യണമെന്നും ആ ബ്രോക്കറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നും ആ അക്കൗണ്ടും മെറ്റാട്രേഡർ 5 എന്ന് പറയുന്ന നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം എങ്ങനെ ട്രേഡ് എടുക്കണം, എന്താണ് ബൈ ലിമിറ്റ്, എന്താണ് സെൽ ലിമിറ്റ്, അതേപോലെ തന്നെ എന്താണ് ബൈ സ്റ്റോപ്പ്, എന്താണ് സെൽ സ്റ്റോപ്പ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നാളെ മുതൽ നിങ്ങൾ മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന എന്റെ 15 മിനിറ്റത്തെ രാവിലത്തെ യൂട്യൂബിൽ ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റ് അനാലിസിസ് ചെയ്യാറുണ്ട്. സോ അത് വെച്ച് നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. കാരണം ഉറപ്പായിട്ട് നമ്മളൊരു റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് റിയൽ മണി ഇട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഈ റിയൽ അക്കൗണ്ടിലൂടെ നിങ്ങൾ കണക്കുകൾ പഠിക്കുക. ഇത്രയും ലോട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ലോസ് ഉണ്ടാവും, എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡെമോ അക്കൗണ്ട് കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ നേരത്തെ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക. കാരണം പല ആൾക്കാരും ഡെമോ അക്കൗണ്ടിൽ ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയാറുണ്ട്, ഞാൻ ഡെമോ അക്കൗണ്ടിൽ ഒരു മാസം കൊണ്ട് $10,000 പ്രോഫിറ്റ് ഉണ്ടാക്കി, $20,000 പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ നമ്മൾ അവിടെ റിസ്ക് മാനേജ് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് ആക്ച്വലി നമുക്ക് അത്രയും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നേരെ നമ്മൾ റിയൽ അക്കൗണ്ടിൽ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളുടെ പൈസ പോവുകയും ചെയ്യും. അതുകൊണ്ടിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ആ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 2-3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു $1,000 കൊണ്ടിട്ട് $5,000 വെച്ചിട്ട് എല്ലാ മാസവും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ല രീതിയിലല്ല ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾ റിസ്ക് എടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു 10% വെച്ച് റിട്ടേൺസ് ഉണ്ടാവുന്ന രീതിയിലാണ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല രീതിയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ, അതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെറ്റാട്രേഡർ 5 കണക്ട് ചെയ്ത് നമ്മളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം സെറ്റപ്പ് എല്ലാം ചെയ്തത് ഐഫോണിലാണ്. നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഞാൻ കൊടുത്ത ലിങ്ക്, നമ്മളുടെ രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് പറയുന്നത് അതിൽ ദുബായ് ക്ലയൻസിന് പ്രത്യേകം ലിങ്ക് ആണ്. അത് നോക്കി തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ലിങ്ക് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആപ്പ് യൂസ് ചെയ്യാതിരിക്കുക. ആപ്പ് സപ്പോസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെഫറൻസ് കോഡും കൂടെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് ഡയറക്ട്ലി ആക്ട് ചെയ്യാനും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഓക്കെ, സോ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഡയറക്ട്ലി കമ്പനിക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു KYCയുടെ ഡിലേ വന്നു, അങ്ങനത്തുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയും ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ള ബെനിഫിറ്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറഞ്ഞു പോകും. അതിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ്, നമ്മൾ എന്താ പറയാ കറൻസീസിൽ പ്രത്യേകിച്ച് USD JPY ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഞാൻ തരുന്നുണ്ട്. അതിനുശേഷമുള്ള വീഡിയോയിലാണ് നമ്മൾ റൂൾസ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടും നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, സോ എനിവേസ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ കൂടുതൽ ഫീഡ്സിന് വേണ്ടിയിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതുമാണ്. മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. സോ അടുത്ത വളരെ പവർഫുൾ ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിന്റെ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.